നമസ്തേ പ്രിയമിത്രങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വ്യാഴമാറ്റത്തിലൂടെ കഠിനമായ വ്യഥകളിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. ഈ നക്ഷത്രജാതർ എപ്രകാരമായിരിക്കണം ഇതിൽ നിന്ന് മുക്തരാകുന്നത്? പ്രതികൂല ഭാവത്തിലുള്ള വ്യാഴഗ്രഹത്തിൽ നിന്ന് എപ്രകാരം അനുകൂലമായ തലത്തിലേക്ക് അനുഗ്രഹത്തെ കരഗതമാക്കുവാൻ കഴിയും? എത്താൻ സാധ്യതയുള്ള കഷ്ടനഷ്ടങ്ങൾ, മാന അപമാനങ്ങൾ, ബന്ധുക്കളുടെ വിയോഗങ്ങൾ, അതുപോലെ തന്നെ വാഹനപരമായും ഗൃഹപരമായുമുള്ള കഷ്ടനഷ്ടങ്ങൾ, ചതിപ്രയോഗങ്ങൾ, ശത്രു ബാധകൾ ഇത്യാദി ദുരിതങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ചില നക്ഷത്ര ജാതരെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ എന്ത് മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? മുൻകരുതൽ എന്ന് പറയുമ്പോൾ അനാവശ്യമായി ഒരു തുട്ടുപോലും നിങ്ങൾ ചെലവ് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു രൂപ പോലും നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഒരു മാർഗവും ഇവിടെ സൂചിപ്പിക്കില്ല. അത്തരത്തിലുള്ള ഒരു ദുർവ്യയത്തെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. ചെയ്യേണ്ടത് ഒന്ന് മാത്രം: അല്പസമയം ജപിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുക. ആരാധനാമൂർത്തികളെ ജപിക്കുക. ഏത് ഗ്രഹമാണോ പ്രതികൂല ഭാവത്തിലുള്ളത് ആ ഗ്രഹത്തിൻ്റെ പ്രീതിദായക മന്ത്രം ജപിക്കുക. അതോടൊപ്പം സാധുക്കളെ, തന്നാൽ കഴിയാവുന്നതും അർഹരായിട്ടുള്ളതുമായ സാധുക്കളെ തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് അന്നമോ വസ്ത്രമോ ഔഷധമോ ഏത് രീതിയിൽ സഹായിക്കാമോ അത് തന്നെ ഏറ്റവും മഹത്തരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രജാതരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെ നേരിടാൻ പോകുന്നത് എന്നൊന്ന് സൂചിപ്പിക്കാം. അവരെന്ത് പരിഹാരമാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നും സൂചിപ്പിക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് മേടക്കൂർ നക്ഷത്രജാതരാണ്. ഇതിൽ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദ നക്ഷത്രജാതരാണ്. ഇവർക്ക് 3-ലാണ് വ്യാഴം. അത് ഒട്ടും ഗുണകരമല്ല. അതോടൊപ്പം തന്നെ മിഥുനക്കൂറിൽപ്പെട്ട മകേരം 3, 4 പാദം നക്ഷത്രജാതർ, തിരുവാതിര, പുണർദം 1, 2, 3 പാദ നക്ഷത്രജാതർ, ഇവർക്ക് ജന്മത്തിലാണ് വ്യാഴം. തീർച്ചയായും ഇവർ വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രജാതർ, ഇവർക്ക് 8-ലാണ് വ്യാഴം. അഷ്ടമ വ്യാഴം കഷ്ടങ്ങളെ വരുത്തി വെക്കും. തീർച്ചയായും നിങ്ങളിതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. അല്പസമയം ഒന്ന് മാറ്റിവെക്കൂ. വ്യാഴപ്രീതി മന്ത്രമോ വിഷ്ണുപ്രീതി മന്ത്രമോ ഒക്കെ ഒന്ന് ജപിച്ചുകൊള്ളു. തീർച്ചയായും അതിന് പരിഹാരം ലഭിക്കുക തന്നെയും. പ്രതികൂല ഭാവത്തിൽ നിന്ന് തീവ്രമായ പ്രതികൂല തലം ഇല്ലെങ്കിലും അനുകൂലമായ തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത തീർച്ചയായും കുറയ്ക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മകരം കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദ നക്ഷത്രജാതർ, തിരുവോണ നക്ഷത്രജാതർ, അവിട്ടം 1, 2 പാദ നക്ഷത്രജാതർ, ഇവർക്ക് 6-ലേക്കാണ് വ്യാഴം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ, ഈ സൂചിപ്പിച്ച നക്ഷത്രജാതർ തീർച്ചയായും ഇനി ഇവിടെ പറയാൻ പോകുന്ന പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അത് എന്തൊക്കെയാണ് എന്നതാണ് ഒന്ന് പറയാൻ പോകുന്നത്. കാരണം ഈ നക്ഷത്രജാതർക്ക് വ്യാഴം പ്രതികൂലമായ തലത്തിൽ നിൽക്കുന്നതിനാൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാം, ബന്ധുക്കളുടെ വിയോഗമുണ്ടാകാം, ദൂരദേശ വ്യാസമുണ്ടാകാം, കുടുംബത്തിൽ നിന്ന് ശാന്തിക സമാധാനമില്ലാതാകാം, ശത്രുക്കൾ അകാരണമായി ഭയപ്പെടുത്താം, മിത്രങ്ങൾ പോലും ശത്രു ഭാവത്തിലേക്കെത്താം, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അകാരണമായി അനിശ്ചിതത്വത്തിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതകൾ, ഇങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് തീർച്ചയായും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്യണം. അവനവൻ മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നേടാൻ കഴിയാത്തതൊന്നുമില്ല. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്നത് ബൃഹസ്പതി ഗുരുവാണ്, ദേവഗുരുവാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും ഗുരുക്കന്മാരോട് മനസാ വാച കർമ്മണ ഏതെങ്കിലും രീതിയിലുള്ള അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗുരുവരന്മാരെ ഒന്ന് സന്ദർശിച്ച് അവരുടെ പാദങ്ങളിൽ ഒരു പ്രണാമമൊക്കെ അർപ്പിക്കുന്നതൊക്കെ വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ വ്യാഴഭഗവാന്റെ പ്രീതി ലഭിക്കുവാൻ വ്യാഴപ്രീതി മന്ത്രം ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരല്പസമയം നിങ്ങൾ അതിനായി മാറ്റിവെച്ചാൽ മതി. എന്താണ് ആ മന്ത്രം എന്നാണ് എങ്കിൽ പരിചയപ്പെടുത്തുകയാണ്. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. എത്ര ലളിതമായ മന്ത്രം!
ഗുരുക്കന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവഗുരു സമസ്ത ഗുരുക്കന്മാരുടെയും ഗുരുവായ ഋഷിവര്യന്മാരുടെയും ഗുരുവായ ബൃഹസ്പതി ഭഗവാനെ അവിടെ നിന്ന് അറിഞ്ഞോ അറിയാതെ ചെയ്ത സമസ്ത അപരാധങ്ങളും പുറത്തുകൊണ്ട് അടിയങ്ങളെ ശത്രുഭാവത്തിൽ കാണുവാതെ അവിടുത്തെ ശിഷ്യരായി കണ്ടുകൊണ്ട് അവിടുത്തെ കൃപാകടാക്ഷം അനവരത ഞങ്ങളിലേക്ക് എത്തിക്കണമേ. അങ്ങ് മാത്രമാണ് ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാനുള്ള ചൈതന്യ സ്വരൂപൻ. അതുകൊണ്ട് അങ്ങയെ ഞങ്ങളെ പരമമായ ഭക്തിയോടുകൂടി ആശ്രയിക്കുന്നു എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരല്പസമയം ഈ മന്ത്രം ഒന്ന് ജപിക്കൂ. തീർച്ചയായും പ്രയോജനമുണ്ടാകും. അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്ര ദർശനത്തിനായി നിങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ, സമയം കിട്ടുന്നുണ്ട് എങ്കിൽ എന്തു ചെയ്യണം? മഞ്ഞ പുഷ്പങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടൊരു മാല ഹാരം തയ്യാറാക്കി ബൃഹസ്പതിക്ക് സമർപ്പിക്കാം, വ്യാഴഭഗവാൻ സമർപ്പിക്കാം. അതോടൊപ്പം ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യമാണ് കടലച്ചുണ്ട. അത് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. കടലച്ചുണ്ട് നിവേദിക്കുകയോ അല്ലെങ്കിൽ പൂജിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. അത് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കും. അതുപോലെ തന്നെ വിഷ്ണുപ്രീതി ോടൊപ്പം നേടേണ്ടതാണ്. ഒരല്പസമയം അതിനെ മാറ്റിവെക്കണം. ഓം നമോ നാരായണായ എന്ന് ജപിച്ചാൽ മതി, അല്ലെങ്കിൽ ഓം ശ്രീ മഹാവിഷ്ണുവേ എന്നൊന്ന് ജപിച്ചാൽ മതി. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓം ഗുങ്കുരുഭ്യോ നമഃ, ഓം ഗുങ്കുരുഭ്യോ നമഃ എന്നൊന്ന് ജപിച്ചോളൂ. ഇതുകൊണ്ടൊന്നും ഒരു ദോഷവുമില്ല. നിങ്ങൾക്ക് 5 നയ്യാ പൈസ ചിലവും വരില്ല എന്ന് മാത്രമല്ല, ഗുണമുണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് എത്താൻ സാധ്യതയുള്ള ഈ സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ കർക്കടക നക്ഷകൂറുകാരും ജപിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. പുണർതം 4-ാം പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രജാതരാണ് ഈ കൂറിലുള്ളത്. അവരും വ്യാഴപ്രീതി മന്ത്രം ജപിക്കുന്നത് ഉത്തമമായിരിക്കും. അതോടൊപ്പം അനുകൂല ഭാവത്തിലുള്ളവരും വ്യാഴത്തിന്റെ കൃപ നിരന്തരം ലഭിക്കുവാനും സർവ്വവിധമായ ഐശ്വര്യങ്ങളും യാതൊരു മുടക്കവും കൂടാതെ ലഭിക്കുവാനും അനുകൂല ഭാവത്തിലുള്ള ഇതര നക്ഷത്രജാതരും ഈ വ്യാഴപ്രതിബന്ധം ജപിച്ചാൽ തീർച്ചയായും അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് അലസമായി തള്ളിക്കളയാതെ ഇതൊന്നും ഒരു കാര്യമേ അല്ല എന്ന് ചിന്തിക്കാതെ അവനവൻ ചെയ്യേണ്ടതും സ്വീകരിക്കേണ്ടതുമായ ഈ ചെറിയ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ തീവ്രതയെ മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. എല്ലാ പ്രിയമിത്രങ്ങൾക്കും മനധൈര്യത്തോടുകൂടി ഇത് സാധനാ പ്രക്രിയയുടെ ഭാഗമാക്കുവാൻ കഴിയട്ടെ. അതിലൂടെ എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രതയെ വിദഗ്ധവും വിജയകരവുമായി മറികടക്കാൻ കഴിയട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരി ഓം.